ക്രിസ്തീയ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു സത്യമുണ്ട്. നാം ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവരല്ല. ക്രിസ്തീയ വിശ്വാസം എല്ലായ്പ്പോഴും സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആദിമ സഭയിലെ ക്രിസ്തീയ വിശ്വാസികൾ കൂട്ടായ്മ ജീവിതമാണ് നയിച്ചത്. ജീവിതം എന്നത് എല്ലായ്പ്പോഴും സുന്ദരമല്ല. ചിലപ്പോഴെല്ലാം അത് പ്രശ്നഭരിതമായേക്കാം. അതുകൊണ്ട് തന്നെയാണ് ദൈവവിശ്വാസത്തിനും ദൈവാശ്രയത്തിനും ക്രിസ്തീയ സമൂഹം ഏറെ പ്രാധാന്യം നൽകുന്നത്. ദൈവിക പ്രവർത്തനങ്ങൾ പലതും നമുക്ക് ലഭ്യമാകുന്നത് നേരിട്ടല്ല, മറ്റ് വ്യക്തികളിലൂടെ ആയിരിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം പരസ്പരം ഭാരങ്ങളെ വഹിക്കുവാൻ വിളിക്കപ്പെട്ടവർ എന്നുള്ളതാണ്. നാം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മാത്രം പരിഹരിച്ചാൽ പോരാ, മറ്റുള്ളവരെ സഹായിക്കുകയും വേണം. ചില സമയങ്ങളിൽ മറ്റുള്ളവരുടെ സഹായം നമുക്കും ആവശ്യമായേക്കാം. അതുകൊണ്ട് തന്നെ പരസ്പരം ഭാരങ്ങളെ വഹിക്കുക എന്നത് ഓരോ ക്രിസ്തീയ വിശ്വാസിയുടെയും കടമയും കർത്തവ്യവുമാണ്. കാരണം ഇത് നമുക്ക് ക്രിസ്തു നൽകി തന്ന മാതൃകയാണ്. യേശുവിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ പോലും നൽകുന്ന ശ്രേഷ്ഠ ഇടയനായിട്ടാണ് വേദപുസ്തകം യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് പരസ്പരം ഭാരങ്ങളെ വഹിക്കേണ്ടതെന്ന് നൽകപ്പെട്ട പാഠഭാഗങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത, തകർക്കപ്പെട്ട ജീവിതങ്ങൾക്ക് സാന്ത്വനമേകുന്നതിലൂടെ. തകർക്കപ്പെട്ട ജീവിതങ്ങൾക്ക് സാന്ത്വനമേകുന്നതിലൂടെ 2 ശമൂവേൽ 9-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് രാജാവ് ശൗലിൻ്റെ കൊച്ചുമകനും യോനാഥാൻ്റെ മകനുമായിരുന്ന മെഫീബോശത്തിനോട് അനുകമ്പ കാണിക്കുന്ന അതിശ്രേഷ്ഠമായ വിവരണമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ദാവീദിൻ്റെ ശത്രുവായിരുന്നു ശൗൽ. എന്നാൽ യോനാഥാൻ ദാവീദിൻ്റെ സുഹൃത്തായിരുന്നു. ശൗലിൻ്റെയും യോനാഥാൻ്റെയും മരണശേഷം ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവർക്ക് നന്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അന്വേഷണത്തിനിടയിലാണ് 2 കാലം മുടന്തുള്ള മെഫീബോശത്തിനെ ദാവീദ് കണ്ടെത്തുന്നത്. അവൻ ശാരീരികമായി അംഗവൈകല്യമുള്ളവനും സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവനും ഭയത്തിൽ ജീവിക്കുന്നവനുമായിരുന്നു. ദാവീദിന് മെഫീബോശത്തിനോട് കരുണ കാണിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ദൈവസ്നേഹത്തെ അധിഷ്ഠിതമായി യോനാഥാനുമായി ചെയ്ത ഉടമ്പടിയാണ് അവനെ അതിന് പ്രേരിപ്പിക്കുന്നത്. ദാവീദിന് മെഫീബോശത്തിനോടുണ്ടായ സഹാനുഭൂതി മനസ്സിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. തൻ്റെ പ്രവൃത്തിയിലൂടെ അവൻ അത് വെളിപ്പെടുത്തുന്നു. ശൗലിൻ്റെ കുടുംബത്തിന് അവകാശപ്പെട്ട എല്ലാ വസ്തുവകളും മെഫീബോശത്തിന് ദാവീദ് നൽകുന്നു. കൂടാതെ അവന് സംരക്ഷണവും രാജകീയ ഭോജനം കഴിക്കാനുള്ള അവസരവും നൽകുന്നു. മെഫീബോശത്തിന് ഒരിക്കലും ഒറ്റയ്ക്ക് തൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയുമായിരുന്നില്ല. ദാവീദ് മെഫീബോശത്തിൻ്റെ ഭാരങ്ങളെ ഏറ്റെടുക്കുന്നു. അതിലൂടെ മെഫീബോശത്തിൻ്റെ ജീവിതം നന്മയിലേക്കും അഭിവൃദ്ധിയിലേക്കും നയിക്കപ്പെടുന്നു. പരസ്പരം ഭാരങ്ങളെ ചുമക്കുന്ന പ്രവർത്തനം ആരംഭിക്കുന്നത് സമൂഹത്തിൽ നമ്മുടെ സഹായം ആവശ്യമുള്ള ആളുകളെ അന്വേഷിക്കുമ്പോഴാണ്. ദാവീദ് ചോദിക്കുന്നു, ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിപ്പുണ്ടോ? ക്രിസ്തീയ സമൂഹം പരസ്പരം ഭാരങ്ങളെ ചുമക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. മറ്റുള്ളവർ സഹായം ആവശ്യപ്പെടുന്നവരെ കാത്തിരിക്കാനല്ല, സഹായം ആവശ്യമുള്ളവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും അവരുടെ ഭാരങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന അതിശ്രേഷ്ഠമായ പ്രവർത്തനമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. രണ്ടാമത്തെ ചിന്ത, തെറ്റിലകപ്പെട്ടവരെ പുനഃസ്ഥാപിക്കുന്നതിലൂടെ. തെറ്റിലകപ്പെട്ടവരെ പുനഃസ്ഥാപിക്കുന്നതിലൂടെ. ഗലാത്യർ 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പരസ്പരം ഭാരങ്ങളെ ചുമക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പൗലോസ് ഊന്നി പറയുന്നു. 2-ാം വാക്യം, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. ഇവിടെ പരസ്പരം ഭാരങ്ങളെ വഹിക്കുക എന്നത് ഒരു വൈകാരിക പ്രവർത്തനം എന്നതിലുപരിയായി ക്രിസ്തീയ വിശ്വാസിയുടെ ആത്മീയ ഉത്തരവാദിത്തമായി വിവരിച്ചിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിലെ ഇതര വ്യക്തികളോട് ഉണ്ടാകേണ്ട മനോഭാവങ്ങളെക്കുറിച്ച് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. ആരെങ്കിലും തെറ്റിലകപ്പെട്ടു പോയെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുകയും അവഗണിക്കുകയും ചെയ്യുന്നതിന് പകരം അവരെ സൗമ്യതയുടെ ആത്മാവിനാൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ പൗലോസ് പറഞ്ഞിരിക്കുന്നു. തെറ്റിലകപ്പെട്ടു പോയ വ്യക്തികളിൽ പലർക്കും സ്വയം തിരുത്തുവാൻ കഴിഞ്ഞെന്ന് വരില്ല. അത്തരം വ്യക്തികളെ സഹായിക്കേണ്ട ചുമതലയാണ് ക്രിസ്തീയ വിശ്വാസികൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തെറ്റിലകപ്പെട്ടു പോകാതെ സ്വയം സംരക്ഷിക്കേണ്ട ചുമതലയും നമുക്കുണ്ട്. സ്വന്തം കുറവുകളെ കണ്ടെത്തി തിരുത്തുവാൻ ഓരോ ക്രിസ്തീയ വിശ്വാസിക്കും കഴിയണം. ഇതിന് വിനയവും എളിമയും ആവശ്യമാണ്. 100% തികഞ്ഞ വ്യക്തികൾ ഈ ലോകത്തിൽ ആരും തന്നെയില്ല. സ്വയം പ്രശംസിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്യുന്നവർ സ്വയം വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് പരസ്പരം ഭാരങ്ങളെ വഹിക്കുന്നതിൻ്റെ പ്രസക്തി. തിന്മയുടെ ഫലം നിരാശയും കുറ്റബോധവും രോഗവും ദുരിതവുമൊക്കെ ആയിരിക്കാം. യേശുക്രിസ്തു തെറ്റിലകപ്പെട്ടു പോയ വ്യക്തികളെ സ്വയം രക്ഷിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള
വ്യക്തികളുടെ പാപങ്ങളും ഭാരങ്ങളും ചുമന്നുകൊണ്ടാണ് ക്രൂശിൽ കയറിയത്. കാൽവരി ക്രൂശ് മരണത്തിലൂടെ യേശു നൽകിയ മാതൃക പിൻപറ്റുവാനാണ് ക്രിസ്തീയ വിശ്വാസികളായ നമ്മോട് ആവശ്യപ്പെടുന്നത്. അത് വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ നമുക്ക് കഴിയണം. മൂന്നാമത്തെ ചിന്ത, വ്യക്തികളെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നതിലൂടെ. മർക്കോസ് 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പക്ഷപാതക്കാരനായ വ്യക്തിയെ യേശു സൗഖ്യമാക്കിയ സംഭവമാണ് വിവരിച്ചിരിക്കുന്നത്. പക്ഷപാതക്കാരന് ഒരിക്കലും യേശുവിൻ്റെ അടുക്കിലേക്ക് സ്വയം വരുവാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് വന്ന 4 പേരായിരുന്നു പക്ഷപാതക്കാരനെ യേശുവിൻ്റെ അടുക്കിലേക്ക് നയിച്ചത്. അവർക്ക് മുന്നിൽ പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. വലിയ ജനക്കൂട്ടവും തിക്കും തിരക്കുകളുമെല്ലാം അവഗണിച്ചുകൊണ്ടാണ് അവർ വീടിൻ്റെ മേൽക്കുര പൊളിച്ച് തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കയോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് ഇറക്കി വെച്ചത്. അവരെ വിശ്വാസം കണ്ടിട്ടാണ് യേശു പക്ഷപാതക്കാരനോട് അവൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇത് പക്ഷപാതക്കാരൻ്റെ സൗഖ്യത്തിന് കാരണമായി. ഇത് സാധ്യമായത് കൂട്ടായ വിശ്വാസത്തിൻ്റെയും കൂട്ടായ പരിശ്രമത്തിൻ്റെയും പരിണിത ഫലമായിട്ടായിരുന്നു. പക്ഷപാതക്കാരൻ്റെ ഭാരങ്ങളെ ചുമക്കുവാൻ തയ്യാറായ 4 പേർ അവർ നിർവഹിച്ച ദൗത്യം ഏറ്റെടുക്കുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ഈ വേദഭാഗം നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പലതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർ സൗഖ്യത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് എത്രമാത്രം കഴിഞ്ഞിട്ടുണ്ട്? നമുക്ക് മുമ്പിലുള്ള തടസ്സങ്ങളെ കണ്ട് ഭയപ്പെട്ട് പിന്മാറുന്നവരാണോ നാം? നമ്മുടെ സ്വന്തം സൗകര്യങ്ങളിലും സുഖങ്ങളിലും മാത്രം ആശ്രയിച്ച് കഴിയുന്നവരാണോ നാം? മറ്റുള്ളവരുടെ ഭാരങ്ങളെ വഹിക്കുക എന്നത് വിശ്വാസ അധിഷ്ഠിതമായ പ്രവർത്തനമാണ്. അത് നിർവഹിക്കുവാൻ നമുക്ക് കഴിയണം. നാം ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്ക് ചുറ്റും തകർക്കപ്പെട്ട ഒരുപാട് ജീവിതങ്ങളുണ്ടാകാം. അവർക്ക് സാന്ത്വനമേകുവാൻ ക്രിസ്തീയ സമൂഹത്തിന് കഴിയേണ്ടതാണ്. പാപികളെന്നും തെറ്റുകാരെന്നും വ്യക്തികളെ മുദ്രകുത്തി അവരെ അവഗണിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന പ്രവണത മാറ്റി അവരെ തിരുത്തുവാനും പുനഃസ്ഥാപിക്കുവാനും ഇടയാകണം. സ്വയം തെറ്റിലകപ്പെടാതെ സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കണം. അനേകരെ സൗഖ്യത്തിലേക്ക് നയിക്കുവാനായി നമ്മുടെ സാധ്യതകളും വിഭവങ്ങളും വിനിയോഗിക്കപ്പെടണം. ഇതിലൂടെ പരസ്പരം ഭാരങ്ങളെ ചുമക്കുവാൻ നമുക്ക് ഇടയായി തീരണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.